ഇത് ഇങ്ങനെ അറിഞ്ഞിട്ടായിരിക്കും അവർ കുട്ടികൾ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, കമ്പിക്കയം എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇപ്പം മഴ ടൈമും കൂടി ആയതുകൊണ്ട് കുട്ടികൾ കുളിക്കാൻ വേണ്ടി പോയിന്ന് അറിഞ്ഞിട്ട് ഈ അമ്മ ചെന്നതാണ്. അപ്പോൾ ചെന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഫോറസ്റ്റുകാർ മുകളിൽ നിന്ന് തുരത്തുന്ന സമയത്ത് താഴത്തേക്ക് ഈ അമ്മ അതിന്റെ മുന്നിൽ പെട്ടുപോവാണ് ചെയ്തതെന്നാണ് തോന്നുന്നത്. കുട്ടികൾ ഏതായാലും സേഫായിട്ട് വീട്ടിലെത്തുകയും ചെയ്യും. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് എടവണ്ണ പഞ്ചായത്തിലെ കിഴക്കേ ചാത്തല്ലൂരിൽ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക 68-കാരിയായ കല്യാണിയം എന്ന വയോധിക മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീടിന് സമീപത്ത് വെച്ച് തന്നെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചധികം ദിവസമായി കാട്ടാനയുടെ ശല്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇപ്പം എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് തന്നെ മീഡിയ മണ്ഡപം ചേരുകയാണ്. ഇത് 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഏകദേശം സംഭവം ഉണ്ടായത്. ഒരു 10:30 മണിയോടുകൂടി ആ പ്രദേശത്തെ മെമ്പർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു 3-4 വാഹനങ്ങളായി അവിടെ രാവിലെ തൊട്ട് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 10-15 ദിവസമായി ഈ അവിടുത്തെ ഈ പല സ്ഥലങ്ങളിലും ആന വന്നു പോകുന്നുണ്ട്. ആരും ആനയെ കാണുന്നില്ല. പക്ഷേ ആന നശിപ്പിച്ച കൃഷിയും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളൊക്കെ ഇതിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആനയെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മേലെ നിന്ന് ആനയെ ഓടിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു, താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂർ മുമ്പാണ് മെമ്പർ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 11 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഒരു 63 വയസ്സായ അമ്മയാണ്. അതിന് കല്യാണി പട്ടീരി എന്നാണ് അവരുടെ പേര്. അത് കിഴക്കേ ചാത്തല്ലൂരാണ് ആ സ്ഥലം. കിഴക്കേ ചാത്തല്ലൂർ കാവിലട്ടി എന്നാണ് പ്രദേശത്ത്. അതിന് തൊട്ട് മേലെയാണ് ഒരു ട്രൈബൽ കോളനിയിൽ ഒരു 3 വർഷം മുമ്പ് ഒരു കടിങ്ങി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതേപോലെ കാട്ടാനയുടെ ഒരു പുരുഷൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെടുകയുണ്ടായിരുന്നു. ഈ കാട്ടാന കുറച്ച് അധികം ദിവസം ഇവിടെ ഉണ്ടല്ലേ? ഒരു 15 ദിവസത്തിന് മുമ്പ് തന്നെ വന്ന് അതിൻ്റെ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ആന വരുന്നുണ്ട്. ആനയെ കാണുന്നില്ലെങ്കിലും ആന ആക്രമിക്കുന്നുണ്ട്. ബാക്കിയുള്ള ലക്ഷണങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഈ വാർഡ് മെമ്പർ കൂടി ഇപ്പോൾ നമ്മളിപ്പം ശരിയാണ്. വാർഡ് മെമ്പർ അത് അവിടെ RRT ടീം ആനയെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ആളുകൾക്ക് നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്തിരുന്നു. 10:30ക്കാണ് ആളുകൾക്ക് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നത്. അതെ 10:30 ആ സമയമാകുമ്പോഴാണ് ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മരണം. കാരണം ഇത് ഇങ്ങനെ അറിഞ്ഞിട്ടായിരിക്കും അവർ കുട്ടികൾ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, കമ്പിക്കയം എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇപ്പം മഴ ടൈമും കൂടി ആയതുകൊണ്ട് കുട്ടികൾ കുളിക്കാൻ വേണ്ടി പോയിന്ന് അറിഞ്ഞിട്ട് ഈ അമ്മ ചെന്നതാണ്. അപ്പോൾ ചെന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഫോറസ്റ്റുകാർ മുകളിൽ നിന്ന് തുരത്തുന്ന സമയത്ത് താഴത്തേക്ക് ഈ അമ്മ അതിന്റെ മുന്നിൽ പെട്ടുപോവാണ് ചെയ്തതെന്നാണ് തോന്നുന്നത്. കുട്ടികൾ ഏതായാലും സേഫായിട്ട് വീട്ടിലെത്തുകയും ചെയ്യും. വീടിന് സമീപത്ത് വെച്ച് തന്നെയാണ്. അതെ, ഒരു 300 മീറ്റർ അകലെ അത്രേ ഉള്ളൂ. പക്ഷെ ജനവാസ മേഖല തന്നെയാണ്. ഈ പ്രദേശത്ത് കുറച്ച് ദിവസമായിട്ട് കാട്ടാനയുടെ ശല്യമുണ്ട്. അതെ, കുറെ ദിവസമായിട്ടുണ്ട്. കൃഷിനാശം പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ദിവസങ്ങളായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ആളുകൾ അതിന്റെ ഒരു ഭീതി തന്നെയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നീട് അവിടെ വരികയും ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു നേരത്തെ. അതെ, ഫോറസ്റ്റിന്റെ ആളുകൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വന്ന് നോക്കുന്നുണ്ട്. അവിടെ തന്നെ നമ്മളെ ഒരു ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് സമീപകാലത്ത് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വിനോദ മേഖലയൊക്കെ ഉണ്ട്. അവിടെ 2-3 ദിവസമായിട്ട് ഫോറസ്റ്റുകാർ വന്ന് നോക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊതുവെ ചെറിയൊരു ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പരാതി എന്നുള്ളത് വന്നത് ഈ വെടിവെക്കുന്നതിന്റെ മുമ്പ് ആളുകൾ അനൗൺസ് ചെയ്യുന്ന ഒരു സാഹചര്യം. അതായത് ആളുകൾ അറിയിക്കാതെയാണ് വെടിവെച്ചതെന്നാണ് പറയുന്നത്. അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ആളുകൾ അതിനൊരു മുന്നറിയിപ്പോ കാര്യങ്ങളോ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജനപ്രതിനിധികൾ എന്നുള്ള നിലക്കും അതുപോലെ സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള നിലക്കും അങ്ങനെ ഫോറസ്റ്റുകാർ പോയിട്ടുണ്ട്. അവരങ്ങനെ ഇതായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് അനൗൺസ്മെന്റ് കൊടുത്തതിന്റെ അപ്പുറം മറ്റൊരു ഇതുണ്ടായില്ല എന്നുള്ളത് വാസ്തവമാണ്. ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് അവർ മരണപ്പെടുന്ന സാഹചര്യം അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവർക്ക് ബോധം ഉണ്ടായിരുന്നില്ല. പിന്നെ സമീപത്തുള്ള ഉദായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ അങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക ചെയ്തത്. ഈ കുട്ടികളെ തേടിയാണല്ലോ അവർ പോയത്. അവർ സേഫാണ്? ഇല്ല, അവർ വീടുകളിലെത്തിയിട്ടുണ്ട്, സേഫാണ്. ഇപ്പൊ നിലവിൽ ഈ കാട്ടാന അവിടെ തുരത്തിയിട്ടുണ്ട് ആ പരിസരത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫോറസ്റ്റുകാരെ വിളിച്ച സമയത്ത് അവർ മുകളിലേക്ക് ആന പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞത്. താഴത്തെ ജനവാസ മേഖലയിലില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. കൂടുതൽ വ്യക്തത വരണം. തീർച്ചയായിട്ടും. അതായത് വനംവകുപ്പ് ഈ ആനയെ തുരത്തുന്ന വിവരം നാട്ടുകാരോടോ അല്ലെങ്കിൽ മറ്റാരോടോ കൃത്യമായി വിവരം നൽകില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് ജനപ്രതിനിധികൾ ഉന്നയിക്കുന്നത്. ഈ RRT ടീം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വാട്സാപ്പിൽ ആളുകൾക്ക് മെസ്സേജ് അയച്ചതിനപ്പുറത്തേക്ക് വനംവകുപ്പ് ഇതിലൊരു കൃത്യമായി ആനയെ തുരത്താൻ ശ്രമിക്കുന്നുണ്ട്, ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം നൽകില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ മെമ്പർ പറയുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ അതിദാരുണമായൊരു സംഭവമാണ് ഇന്നിപ്പോൾ കിഴക്കേ ചാത്തല്ലൂരിൽ ഉണ്ടായത്. ഒരു മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് പരിസരത്ത്
അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കൾ മകൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് എന്നുള്ളത്. അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അനുരൂപിച്ചിക്കൊടുന്നൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.